എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സെൻസസുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശദാംശങ്ങളൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് സ്വന്തമായി തന്നെ അത് എൻട്രി ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഒരു സൗകര്യം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജൂൺ മാസം 30-ാം തീയതി വരെയാണ് ആ സൗകര്യം നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് ചെയ്തു കഴിഞ്ഞാലും ജൂലൈ മാസത്തിൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് അവർക്കത് ഫൈനലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയാം. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ടാണ് ഇത് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ആ മൊബൈൽ നമ്പർ ആരുടെ മൊബൈൽ നമ്പർ കൊടുക്കും എന്നുള്ളൊരു സംശയം പലർക്കുമുണ്ട്. കുടുംബനാഥന്റെ ഫോൺ നമ്പർ തന്നെ വേണമോ, അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഒരാളുടെ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു മെയിൽ ID കൊടുക്കാനുണ്ട്. അപ്പം ആ മെയിൽ ഐഡിയും നമ്മളുടെ മെയിൽ ID തന്നെ കൊടുത്താൽ മതി. ആ മെയിൽ IDയിലേക്ക് നമ്മൾ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ലഭിക്കും. അപ്പോൾ ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ജൂലൈ മാസത്തിൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ആ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നോക്കാനും വെരിഫൈ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മളത് എൻട്രി ചെയ്തിട്ട് സേവ് ചെയ്യണം. 6 സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൽ ഓരോരോ ഇൻഫർമേഷൻസ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇതിൽ ആദ്യ ഭാഗത്ത് കുടുംബനാഥന്റെ പേര് ചോദിക്കുന്നുണ്ട്. അവിടെ പലർക്കും സംശയമുണ്ട്. കാരണം റേഷൻ കാർഡിലൊക്കെ ഇപ്പോൾ കുടുംബനാഥയുടെ പേരാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ഒരാളുടെ പേര് അവിടെ നൽകിയാൽ മതി. അത്രയേ ഉള്ളൂ. അതിൽ വേറെ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം വരുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ അതിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ 4-5 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ അവിടെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സേവ് കൊടുത്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതിലെ ആദ്യഘട്ടത്തിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏത് ഭാഷ വേണം എന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അതേസമയം നമ്മൾ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഭാഷയാണോ കൊടുക്കുന്നത് ആ ഭാഷയിലായിരിക്കും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഏത് ഭാഷ വേണം എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്കത് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻസും അതിൽ കൃത്യമായിട്ട് കാണിക്കും. അവിടെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും നമുക്ക് അതിന് താഴെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മുതൽ വീണ്ടും ഓരോരോ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ ഏതാണോ മാറ്റം വരുത്തേണ്ടത് അത് മാറ്റം വരുത്തിയിട്ട് സേവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ 6 സ്റ്റെപ്പുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രിവ്യൂവിന് താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സബ്മിഷൻ ആണതാണ്. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കും നമ്മളോട്, നമ്മൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യല്ലേ എന്നുള്ളത്. നമ്മൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. അതുകൊണ്ട് പ്രിവ്യൂവിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുത്തത് കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കൺഫർമേഷൻ കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വിശദമായിട്ട് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ se.census.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ബട്ടൺ അമർത്തുകയാണ്. ഇവിടെ നോക്കുക, അവിടെ ഫസ്റ്റ് തന്നെ ആ സൈറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക.
ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച അതേപടി അതിൽ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ നോക്കൂ, ആദ്യം ഹിന്ദിയിലും ഒന്നോട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ കാണാൻ കഴിയും. അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താഴെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഇപ്പോൾ നോക്കൂ, ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു പേജിൽ നമ്മുടെ സ്റ്റേറ്റ് ഓൾറെഡി അവിടെ സെലക്ട് ആയിട്ടുണ്ട്. താഴെ നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ ഗൃഹനാഥൻ്റെ പേര് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇതേമാതിരി ചെറിയൊരു മെസ്സേജ് വരും. പ്ലീസ് എൻ്റർ ദ നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് കറക്റ്റ്ലി. ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ആളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു കോളം കാണാം. അവിടെ ഗൃഹനാഥൻ്റെ മൊബൈൽ നമ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. അതിന് താഴെയായിട്ട് ഇമെയിൽ എന്ന് കാണാം. അത് ഓപ്ഷണലാണ്, നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റുള്ളൊരു നമ്പർ കിട്ടും, നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിലേക്കാണ് വരിക. അതിനുശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ നമ്മൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, OTP എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ മുകളിൽ പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്ന് കാണാം. ഞാൻ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ എറർ കാണിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ കുറേ ഭാഷകളുണ്ട്. ഞാൻ മലയാളമാണ് കൊടുത്തത്, ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം. ഞാൻ മലയാളമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം OTP നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കൂ, താങ്കളുടെ SEID അതാത് സ്ഥലത്തെ എന്യൂമറേറ്റർമാർക്ക് സ്ഥിരീകരണത്തിനായി നൽകുന്നതിന് മാപ്പിൽ താങ്കളുടെ വീടിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തണം. ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന് മുകളിലേക്കോ വീടിനടുത്തേക്കോ നിർബന്ധമായി നീക്കിവെക്കുക. മാർക്കർ താങ്കളുടെ വീടിന് മുകളിലാണെങ്കിൽ പോലും അത് അല്പം നീക്കിയ ശേഷം വീണ്ടും കൃത്യമായി വീടിന് മുകളിലോ വീടിന് അടുത്തോ കൊണ്ടുവന്ന് വയ്ക്കുക. മൊബൈലിലാണ് SE ചെയ്യുന്നതെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ച് ചുവന്ന ലൊക്കേഷൻ മാർക്കർ താങ്കളുടെ വീടിന് മുകളിലേക്കോ വീടിനടുത്തേക്കോ നീക്കി വയ്ക്കുക. മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കൂ, നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. താഴെ ജില്ല സെലക്ട് ചെയ്യണം, നമ്മുടെ ജില്ല കൊടുക്കുക. അതേപോലെ തന്നെ പിൻകോഡും അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പാലക്കാട് ജില്ല ആയതുകൊണ്ട് പാലക്കാട് എന്ന് കൊടുക്കണം. പിൻകോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വില്ലേജ് കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അവിടെ നമ്മുടെ വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കൂ, അവിടെ നമ്മുടെ വില്ലേജിലുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് റോഡും ഭാഗമൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോഡ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ തിരയുക എന്ന് പറയുന്ന ഭാഗത്ത് സ്ഥലം കണ്ടെത്തി മാപ്പിൽ താങ്കളുടെ വീടിൻ്റെ സ്ഥലത്തെ മാർക്കർ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മൊബൈലാണ്, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് മൊബൈലിലാണ്. മൊബൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ 2 വിരൽ ഉപയോഗിച്ച് നമുക്കത് സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ആ മാർക്കർ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഇപ്പോൾ താങ്കളുടെ താമസ സ്ഥലം, അവിടെ താഴെ സ്ഥലം സ്ഥിരീകരിക്കുക, അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. താഴെ നോക്കൂ, സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. സേവ് ചെയ്ത് അടുത്തത് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, അവിടെ നമുക്ക് രണ്ടാമത്തെ നമ്മൾ സ്റ്റെപ്പിലേക്ക് എത്തി. ഇവിടെ നോക്കൂ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അത് ഓരോന്നും വായിച്ചു നോക്കിയതിന് ശേഷം നമ്മുടെ വീട് നമുക്ക് അനുയോജ്യമായതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ അവർ മുന്നോട്ട് പോവല്ലേ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം, വീടിൻ്റെ കുടുംബനാഥൻ്റെ പേര്, അതേപോലെ തന്നെ കുടുംബനാഥൻ്റെ ലിംഗം, പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് വീടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. വീട്ടിലുള്ള മുറികളുടെ എണ്ണം, ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളത് വായിച്ചു നോക്കിയിട്ട് നമ്മളത് കൃത്യമായിട്ടുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ബോക്സ് വരും. അവിടെ നമ്മൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാം. ഇനി നോക്കൂ, അടുത്ത ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം, വെളിച്ചവുമായി ബന്ധപ്പെട്ട കാര്യം, ടോയ്ലറ്റുമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടോ, അതോ അടുപ്പാണോ വിറകാണോ ഉപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്ത് അടുത്തതെന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, തുടരണമോ, താങ്കൾക്ക് ഉറപ്പാണോ, ഒരു ചോദ്യം വരും. അതായത് അപ്പോൾ വേണം, ഓക്കെ എന്ന വാട്ടിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം.
ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടോ, TV ഉണ്ടോ, അതേമാതിരി ഇരുചക്ര വാഹനം ഉണ്ടോ, കാറുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്, ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മളോട് ഒരു പ്രിവ്യൂ കാണിക്കും, അതായത് 6ാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്രിവ്യൂ കാണിക്കും, നമ്മൾ കൊടുത്ത ഡാറ്റാസ് ഫുൾ അവിടെ കാണിക്കും. അപ്പോൾ നമ്മളത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴെ പോയിട്ട് കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നോക്കൂ, സ്ഥിരീകരിച്ച് സമർപ്പിക്കുക, ഡ്രാഫ്റ്റായി സമർപ്പിക്കുക. അപ്പം നമ്മതിൽ ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്ന ബട്ടണിൽ, സബ്മിറ്റ് ചെയ്യുക എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. എന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ നമുക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കാണുന്ന എഡിറ്റിലേക്ക് പോവുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ഥിരീകരിച്ച് സമർപ്പിക്കുകയാണ്, സബ്മിറ്റ് ചെയ്യുകയാണ്, അത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആ സബ്മിറ്റ് എന്ന ഭാഗത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്, അന്തിമ സമർപ്പണം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ അന്തിമ സമർപ്പണത്തിന് ശേഷം സമർപ്പിച്ച ഡാറ്റയിൽ മാറ്റം വരുത്താൻ കഴിയില്ല, അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം സെൽഫ് എന്യൂമറേഷൻ ഫോം വിജയകരമായി സമർപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു ID നമ്പർ കിട്ടും, ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരുന്ന സമയത്ത് നമ്മൾ ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ അത് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കട്ടെ. ജൂലൈ മാസം മുതലാണ് എന്യൂമറേറ്റർമാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ജൂൺ 30 ഇപ്പം നിലവിൽ ഉള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജൂൺ 30 തന്നെ എല്ലാവരും അതെന്ത് ചെയ്യുക, അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ജൂലൈ മാസത്തിലും എന്യൂമറേറ്റർമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് അതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.